ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോയ്ക്ക് ആയിട്ടാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി കബനിപ്പുഴ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കബനിപ്പുഴ എന്ന് പറയുമ്പം ഏകദേശം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെ കൂടിയാണ് ഈ കബനിപ്പുഴ ഒഴുകുന്നത്. തൊട്ട് താഴെ എന്ന് പറയാൻ പറ്റില്ല, ഓട്ടോറിക്ഷ കൂട്ടി കുറച്ചങ്ങോട്ട് പോകണം. എന്നാലും ഏകദേശം വീടിൻ്റെ അകത്ത് കൂടിയൊക്കെയാണ് കേട്ടോ. കബനിപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ കേരളം കർണാടകയിൽ കൂടിയാണ് ഈ കബനിപ്പുഴ ഒഴുകുന്നത്. അപ്പം മാനന്തവാടി ഭാഗത്ത് കൂടി ഇതൊന്ന് പാസ് ചെയ്ത് പോകുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ പുഴ കാണാൻ വേണ്ടിയിട്ട്. നിറച്ചും വെള്ളമൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അപ്പം നല്ല വേനലായിരുന്നല്ലോ, ഒരാഴ്ച മുന്നേയൊക്കെ നല്ല അധികം വെയിലായിരുന്നല്ലോ. ആ സമയത്തൊന്നും അധികം വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു ഭംഗി അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വെള്ളമുള്ള ടൈമിങ്ങിലാണ് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാവുക. അപ്പം വെക്കേഷൻ ടൈമിങ്ങിൽ ഇത്തത്തൻ്റെ കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഇത്തത്തൻ്റെ കുട്ടികളാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു ഓട്ടോറിക്ഷ കൂട്ടിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും. ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് പോയപ്പം നല്ലൊരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴികളാണ് ഈ കാണുന്നത്. വഴികളും കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ താഴെഭാഗമാണ് കേട്ടോ ഇതിങ്ങനെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് പോലെ ഉണ്ട്, പക്ഷേ ഫോറസ്റ്റ് ഒന്നും അല്ല, താമസമൊക്കെ ഉണ്ട് കേട്ടോ, വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴികൾ ഇങ്ങനെ പിന്നെ ഞാനൊരു വീഡിയോ എടുത്താണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ പോകുന്ന ടൈമിൽ നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഴ കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന ടൈമായിരുന്നു. ഇപ്പോഴത്തെ ചെറുതായിട്ട് ഇങ്ങനെ ചാറൽ മഴയായിട്ട് അങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി പോകുമ്പം പ്രത്യേക ഒരു രസവും ഇഷ്ടമൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങനെ ഓട്ടോറിക്ഷയിൽ പോവാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഇതാ കബനിപ്പുഴ എത്താനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിൽ അവിടെ ചെറുതായിട്ട് വയലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോളനിയാണ് ഈ ഭാഗത്ത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ സാധാരണ ഈവനിങ് ടൈമിങ്ങിലൊക്കെ നടക്കാൻ വേണ്ടി ഇറങ്ങലുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷെ മറന്നു പോകും കേട്ടോ. അപ്പോൾ ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത്. അപ്പോൾ ഞങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോവാണ് കേട്ടോ. ഈ റോഡിൻ്റെ സൈഡിൽ നിറച്ചും പുല്ലുകളൊക്കെ ഇങ്ങനെ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ. പശുക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നട്ട് വളർത്തിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. ചെറിയ മഴയൊക്കെ പെയ്ത് അങ്ങനെ എന്താ പറയുക, നല്ല ഒരു ഇഷ്ടം തന്നെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ പുഴയൊക്കെ ഏകദേശം എത്താനായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഓട്ടോറിക്ഷയിൽ നിന്ന് ഓരോരുത്തരായിട്ട് എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മടിയിലൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ചെറിയ ഓട്ടോറിക്ഷയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ പുഴയിലേക്ക് നടന്നു പോവാണ്. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാണുന്ന സ്ഥലത്ത് കൂടി ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകണം. ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പുഴയിൽ പോകുന്നതാണെങ്കിലും വെള്ളമുള്ള ഏത് സ്ഥലത്ത് പോകുന്നതാണെങ്കിലും നമ്മൾ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ പുഴേൻ്റെ അടുത്തേക്ക് അങ്ങനെ പോവുകയാണ്. അങ്ങനെ നടുക്ക് കൂടി ചെറുതായിട്ട് ഇതേപോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വീഡിയോയിൽ കാണുമ്പം വലിയൊരു വീതി ഇല്ല, ചെറിയൊരു വീതിയിലാണ് കാണുന്നത്, പാലത്തിൻ്റെ ഒക്കെ അത്രയും പോലെ. പക്ഷേ അത്യാവശ്യം നല്ല വീതി തന്നെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ പരിക്കൻ പോലെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇതിലൂടെ നടക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം മഴ പെയ്ത സമയമായതുകൊണ്ട് നല്ലതുപോലെ വെള്ളം കലങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മീനുകളെയൊക്കെ പിടിക്കാൻ വേണ്ടി ചെറിയ വലകളും കാര്യങ്ങളൊക്കെ അങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്താത്തൻ്റെ കുട്ടികളൊക്കെ മുന്നിലേക്ക് അങ്ങനെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവർക്കൊക്കെ നല്ല ഇഷ്ടമുണ്ടായിരുന്നു. കാരണം ഫോട്ടോസും വീഡിയോസൊക്കെ നിറച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ. അപ്പോൾ അങ്ങനെ പിന്നെ ഇത്താത്തൻ്റെ ചെറിയൊരു മോനും ഉണ്ടായിരുന്നു കേട്ടോ. അവനായിരുന്നു എനിക്ക് ഏറ്റവും പേടി. കാരണം വെള്ളത്തിലെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നീന്താനും അറിയത്തില്ല. അപ്പോൾ ആകെ ഒരു ഇതായിരുന്നു. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം മൊത്തത്തിൽ എൻജോയ് ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആയിട്ടിട്ട് ഇങ്ങനെ മീനെ പിടിക്കാൻ വേണ്ടി വലയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ വലയിലൊരു മീനും ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സൈഡിലൊക്കെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ വലയൊക്കെ ഇങ്ങനെ കെട്ടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. മീനുകളൊക്കെ ചിലപ്പം ഇഷ്ടംപോലെ കിട്ടുമായിരിക്കും, കാരണം ഇത്രയും വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. അപ്പം വലയൊക്കെ അവിടെ സ്ഥിരമായിട്ട് അങ്ങനെ ഇടുന്നതാണെന്ന് തോന്നുന്നു അവർ. അപ്പോൾ മോനതൊക്കെ കണ്ടിട്ട് വലയൊക്കെ ഒന്ന് പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. താഴെഭാഗത്ത് ഇങ്ങനെ പരന്നൊഴുകുന്നതാണ്. പല ഭാഗങ്ങളിലൂടെ ആയിട്ട് ഈ പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അതിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ കാണുന്ന ഈ ഭാഗത്തൊന്നും അധികം ആഴമൊന്നും ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഈ കബനി നദിയെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. കാരണം ഇത് കേരള കർണാടകയിൽ കൂടിയാണ് ഈ നദി ഒഴുകുന്നത്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ മാനന്തവാടിയിൽ കൂടി പല ഭാഗങ്ങളിലായിട്ട് ഇതേപോലെ നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഈ പുഴയോട് ചേർന്ന് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു പഴശ്ശി പാർക്കിൽ പോയപ്പോൾ അവിടുത്തെ ഒരു പിന്നെ ആ വീഡിയോയിൽ ഞാൻ ഇതേപോലെ ഈ പുഴേനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കാരണം അത് വേറൊരു സ്ഥലത്ത് നല്ല മനോഹരമായി ഈ പുഴേനെ നല്ല അടിപൊളിയായിട്ട്
കയറിയപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ഭംഗിയാണ് ഈ പുഴേനെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല വൃത്തിയോട് കൂടി ഒഴുകുന്ന ഒരു പുഴയാണ്. ഒരുപാട് കൃഷിക്കാർക്കൊക്കെ വളരെയധികം ഉപകാരമുള്ളൊരു പുഴയാണ് കേട്ടോ, വെള്ളത്തിൻ്റെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ തന്നെ. അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഏകദേശം മഴയൊക്കെ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ മഴയാണെങ്കിൽ ഞങ്ങൾ കയറി പോകണം എന്ന് വിചാരിച്ചു. പക്ഷേ വലുതായിട്ടുണ്ടായിരുന്നില്ല, ചെറുതായിട്ട് ഇങ്ങനെ ചാറിയിട്ട് പെയ്യുന്ന ഒരു മഴയായിരുന്നു കേട്ടോ. പക്ഷേ ശരിക്കും ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. കണ്ടു നിന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് രസമുണ്ടായിരുന്നു. കുട്ടികൾക്കും എനിക്കും എല്ലാവർക്കും, ഞങ്ങൾ പോയവർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം മഴ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ അധികം ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പം ഞങ്ങൾ മെല്ലനെ പോകാനുള്ള പരിപാടി തുടങ്ങുകയാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. പക്ഷികളും ചെറിയൊരു ഇതേപോലത്തെ ചാറ്റൽ മഴയും മൊത്തത്തിൽ നല്ലൊരു കാണാൻ തന്നെ പ്രത്യേകിച്ച് നല്ല എടുത്തു പറയേണ്ട ഒരു ഭംഗി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് താഴോട്ട് പോയാൽ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം അധികം ആഴമൊന്നും ഇല്ല കേട്ടോ. അപ്പം നല്ല മഴ പെയ്തത് കൊണ്ടാണ് ഇപ്പം നമുക്ക് ഭയങ്കര വെള്ളമായിട്ട് തോന്നുന്നത്. അപ്പോൾ സൈഡിലൊന്നും അധികം ആഴമൊന്നുമില്ല. ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ അലക്കാനും കുളിക്കാനും ഒക്കെ അവരിവിടെയാണ് വരുന്നത്. അപ്പം അധികം ആഴമൊന്നും സൈഡിലോട്ടില്ല. പക്ഷെ നടുഭാഗത്തൊക്കെ ഇറങ്ങിയാൽ നല്ല ആഴമുണ്ട് കേട്ടോ. നടുഭാഗം എന്നല്ല, നമുക്ക് അറിയുന്ന ഒരു പുഴയാണെങ്കിൽ നമുക്ക് എവിടെയാണ് ആഴമുള്ളത് അല്ലെങ്കിൽ ആഴം ഇല്ലാത്തത് എവിടെയാണെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പക്ഷേ പെട്ടെന്ന് പുതിയതായിട്ടൊരാൾക്കാർ വരികയാണ് എന്ന് പറഞ്ഞാൽ ആഴം ഇല്ലയെന്ന് പറഞ്ഞാൽ എടുത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര അപകടത്തിലേക്കൊക്കെ പോകും. അപ്പം നമുക്ക് ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയാണ് ആഴം ഇല്ലാത്തതെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇത്രയും വെള്ളമൊക്കെ ഉള്ള ടൈമിങ്ങിൽ ഒരു പുഴയിൽ നമ്മൾ അധികം ഇറങ്ങാത്തതാണ് നല്ലത്. കാരണം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അപകടമൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് പരമാവധി വെള്ളത്തിലൊന്നും ഇറങ്ങരുത്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഈ പുഴേനെ പറ്റി ഏകദേശം അറിയാം, എവിടെയാണ് ആഴമുള്ളത് ഇല്ലാത്തതെന്നൊക്കെ നമുക്ക് ഏകദേശം അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മളധികം ആഴം ഇല്ലാത്ത സ്ഥലത്തേക്കൊക്കെ അവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പോവാണ് കേട്ടോ. സൈഡിലേക്ക് മാത്രമാണ് കേട്ടോ പോയിട്ടുള്ളൂ. കാരണം ചെറിയ മോനെ ഇറക്കിയിട്ടില്ല, അപ്പോൾ ഭയങ്കര പേടിയായിപ്പോയി. കാരണം അവന് വെള്ളം കണ്ടാൽ അവനെ ഇറങ്ങിയേ പറ്റൂ. പക്ഷേ ഇത്രയും വെള്ളം കണ്ടപ്പോൾ അവന് ചെറുതായിട്ടൊരു പേടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ നിന്നു, അങ്ങനെ ഇറങ്ങിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതാ നല്ല ഭംഗിയുണ്ട്. എനിക്കാണെങ്കിലും കയറി വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയായിട്ട് ഉണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതാ ആ താഴെ ഭാഗത്ത് അവർ ഇറങ്ങാൻ വേണ്ടി അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചുറ്റിനും നല്ല ചെറിയ ചെറിയ മരങ്ങളും വലിയ മരങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇല്ലികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പ്രത്യേകിച്ച് കാണാൻ ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മഴ നല്ലതുപോലെ പെയ്യുന്നത് കണ്ടപ്പോൾ ഒരു പേടി തോന്നി, അതുകൊണ്ട് അങ്ങനെ പിന്നെ വേഗം പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ അവിടെ ഏകദേശം അങ്ങനെ പോകുന്നുണ്ട്, വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെയെന്ന് വെച്ചാൽ മഴ അധികം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വേഗത്തിൽ തന്നെ ഒരു 1.5 മണിക്കൂറും കൊണ്ട് ഞങ്ങൾ അവിടുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്ത് അങ്ങനെയെല്ലാം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ഫ്രം അസ്ന യാസ്മിൻ. താങ്ക് യു ഓൾ. ബൈ ബൈ.